ഈ ഗായ്സ് നമസ്കാരമുണ്ടേ. അപ്പം ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച റീസ്റ്റോർ ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി ഇല്ലായിരുന്നു ഗായ്സ്. അത് നമ്മൾ ബോഡി വർക്ക് നമ്മുടെ ആക്സിഡൻ്റൽ പാർട്സൊക്കെ നമ്മൾ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്ത് സെറ്റൊക്കെ ആക്കിയായിരുന്നു. അതായത് വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ശശിയണ്ണനാണ്. അപ്പം ശശിയണ്ണൻ്റെ വേറെ നമ്മുടെ ലൈറ്റ് വർക്കും സൗണ്ട് സിസ്റ്റവും കയറ്റാൻ വേണ്ടിയിട്ട് ശശിയണ്ണൻ്റെ സോളോയിൽ സുക്കഹാജയിലുള്ള ഗ്യാരേജിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ ലൈറ്റ് വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശശിയണ്ണൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ശശിയണ്ണൻ്റെ ഗ്യാരേജിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്രണ്ടിൽ പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് മെല്ലെ ഒന്ന് അങ്ങോട്ട് കയറി നോക്കാം എന്താ വണ്ടിയുടെ അവസ്ഥ എന്നൊക്കെ അറിയില്ല. ശശിയണ്ണൻ നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ് വണ്ടി പണിത് വെച്ചേക്കുന്നതൊക്കെ അറിയാലോ. കൊള്ളാം, നല്ലൊരു എൻട്രീസ് ഇത് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. വർക്ക്ഷോപ്പിൻ്റെ അകത്തെ ഉള്ളിലോട്ടുള്ളൊരു എൻട്രി വഴിയൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ബാക്ക്ഗ്രൗണ്ട് ശശിയണ്ണൻ്റെ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന സ്ഥലം. ശശിയണ്ണന് കുറേ ബ്രാഞ്ചസ് ഉണ്ട് ഗൈസ് നമ്മുടെ ഈ ബസ്സിൻ്റെ അകത്ത്. ഈ സർവീസൊക്കെയാണ് നമ്മൾ ശശിയണ്ണൻ്റെ ഗ്യാരേജിൽ കൊടുക്കുന്നത്. അവിടെ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ശശിയണ്ണൻ നമ്മുടെ ജയ്ഗുരുവിൻ്റെ ഭഗവാന്റെ പണിയാണ് ഗൈസ് നമ്മുടെ ശശിയണ്ണൻ എടുത്തേക്കണം നമ്മുടെ വണ്ടിയിൽ. കൊള്ളാം, എന്തായാലും സീൻ എനിക്കിഷ്ടപ്പെട്ടു. ഫ്രണ്ടിലൊക്കെ ഓക്കെ, സൈഡിൽ അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഇൻറ്റീരിയർ അത്യാവശ്യം പുറത്തുനിന്ന് കാണുന്ന രസമുണ്ടല്ലോ. കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഈ വണ്ടിക്ക് നമ്മുടെ ശശിയണ്ണൻ്റെ ചെയ്ത ഈ വർക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് വർക്കൊക്കെ മാറ്റി വേറെ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ കയറ്റും ഗൈസ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. അപ്പോൾ നമ്മൾ അടുത്ത വർക്ക്ഷോപ്പ് പിടിക്കും ശശിയണ്ണനാണ് നമ്മുടെ പണ്ട് തൊട്ട് ഞാൻ എൻ്റെ എല്ലാ വണ്ടികളും ശശിയണ്ണനാണ് വർക്കിന് കൊടുക്കാറ്. ശശിയണ്ണനെ കിടിലനായിട്ട് വർക്ക് ചെയ്ത് നമുക്കൊന്നിത് ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെയാണ് ഗൈസ് വരുന്നത്. ഫുള്ള് സീറ്റ് കവർ അടക്കം ശശിയണ്ണൻ നമ്മൾ പറഞ്ഞ രീതിയിലാക്കി. TJ എല്ലാം വെച്ചിട്ടുണ്ട്. അത് റെഡ് കർട്ടൺ ഫുള്ള്. ഏതാ നമുക്കൊന്ന് ഫ്രണ്ട് വൈസും കൂടി ഉള്ള ലുക്ക് നോക്കിയേക്കാം. ഫ്രണ്ട് വൈസ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്നും കുഴപ്പമില്ല ഗൈസ്, കൊള്ളാം എന്തായാലും. അകത്ത് ഡ്രൈവറിൻ്റെ ബേക്കിലത്തെ ബോർഡില്ല, അതൊക്കെ ഫുൾ ലൈറ്റാണ് ശശിയാണ് വെച്ചേക്കുന്നത്. ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഗിയർ നോബൊക്കെ വളരെ ചെറുതാണ് കേട്ടോ, എന്നാലും കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു ശശിയണ്ണൻ്റെ വർക്ക്. നമുക്ക് വണ്ടിയൊന്നും എല്ലാം മുന്നോട്ട് എടുത്ത് നോക്കാം ഗൈസ്. വണ്ടി ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് നമ്മൾ ശശിയണ്ണൻ ഫസ്റ്റ് ഫുൾ ബോഡി വർക്ക് ചെയ്തപ്പോൾ ഇത്ര സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി നല്ല സ്മൂത്തായി കയ്യിൽ നിൽക്കുന്ന ആ രീതിയിൽ ശശിയണ്ണൻ ആക്കി തന്നെന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇനി നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഈ വണ്ടി വെച്ചിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.